നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും 1 സെക്കൻഡ് മീഡിയയുടെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പം ഇന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനും അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. അതാണ് S400 മിസൈൽ സിസ്റ്റം. ഇപ്പം S400 മിസൈൽ സിസ്റ്റം റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേരാൻ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് S400 മിസൈൽ സിസ്റ്റം, ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇതിൻ്റെ പാർട്സ്, എത്ര റെജിമെൻറ്റ് ഇന്ത്യയിൽ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു, എവിടെയൊക്കെ ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക, കൃത്യമായി ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ S400 മിസൈൽ സിസ്റ്റം, ഇത് S400 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും 400. അപ്പം 400 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. അതുപോലെ തന്നെ ഇത് 1993 റഷ്യ ഇത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇത് ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് സക്സസ്ഫുള്ളായിട്ട് റഷ്യയിൽ ഡിപ്ലോയ് ആയത് 2007 അതിനുശേഷം 2018 ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. 40,000 കോടി രൂപയുടെ എഗ്രിമെൻ്റ് ആയിരുന്നു 2018 ഡിപ്ലോയ് ചെയ്തത്. അപ്പം ആ എഗ്രിമെൻറ്റിൽ 5 റെജിമെൻറ്റ് S40 മിസൈൽ സിസ്റ്റം ഇന്ത്യക്ക് നിർമ്മിച്ചു കൊടുക്കാം എന്നാണ് ആ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പം അത് ഈ വർഷം ലാസ്റ്റോടെ ഇന്ത്യയിൽ എത്തിച്ചേരാൻ പോകുന്നു. അപ്പോൾ നമുക്ക് ഈ മിസൈൽ എന്ന് പറയുന്നത് സർഫസ് ടു എയർ മിസൈലാണ്. അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് നമുക്ക് വായുവിലൂടെ വരുന്ന എനിമിയുടെ ഏതുതരം ഏരിയൽ അറ്റാക്ക്, അതായത് ഡ്രോൺസ് ആയിരിക്കാം, ഫയർ ജെറ്റ്സ് ആയിരിക്കാം, ഹെലികോപ്റ്റേഴ്സ് ആയിരിക്കാം, എന്ത് തരം ആണെങ്കിലും മിസൈൽസ് ആയിരിക്കാം, ഇതിനെയെല്ലാം തകർക്കാൻ വേണ്ടിയുള്ള മിസൈൽ സിസ്റ്റമാണ് S400 മിസൈൽ സിസ്റ്റം. ഇനി നമുക്ക് ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇതിൻ്റെ ഇപ്പം വർക്കിംഗ് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ആദ്യമേ ഇതിൻ്റെ പാർട്സ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്ര പാർട്സായിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നതെന്ന്. നമുക്ക് മെയിനായിട്ട് ഇത് 4 പാർട്സായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ. ഇവിടെ നമുക്ക് ഈ കാണുന്ന ഈ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ വളരെ വലിയൊരു റഡാറാണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെയുള്ളതാണ് കമാൻഡ് വെഹിക്കിൾ. അതുപോലെ തന്നെ രണ്ടാമത്തെ വലിയൊരു എക്യുപ്മെൻ്റാണ് എൻഗേജ്മെൻറ്റ് റഡാർ. അപ്പം മൂന്നാമത്തെയാണ് ഈ കാണുന്ന ലോഞ്ച് വെഹിക്കിൾ. നാലാമത്തെയാണ് ഈ മിസൈൽസ്. അപ്പം ഇത്രയും വലിയൊരു സിസ്റ്റമാണ് ഇത്. ഈ എല്ലാ പാർട്സും കൂടെ ചേർന്നതാണ് ഒരു S400 മിസൈൽ സിസ്റ്റം. ഇനി ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ എന്ന് പറയുന്നത് അതിൻ്റെ റേഞ്ച് 600 കിലോമീറ്ററാണ്. അപ്പം 600 കിലോമീറ്റർ അത് 3 ഡയമെൻഷനിൽ എല്ലാ രീതിയിലും, അതായത് എല്ലാ ഡയറക്ഷനിലും 600 കിലോമീറ്റർ റേഞ്ചിൽ ഏത് എനിമിയുടെ ശത്രുവിൻ്റെ ഏത് തരം ഏരിയൽ അറ്റാക്ക്, ഏരിയൽ മിസൈലോ ഹെലികോപ്റ്ററോ ജെറ്റോ എന്ത് 600 കിലോമീറ്ററിനുള്ളിൽ ഉണ്ടെങ്കിലും അത് ഇതിൻ്റെ അത് വലിയ റഡാറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് വെച്ച് അത് കണ്ടെത്തും. അത് കണ്ടെത്തിയതിന് ശേഷം ഇപ്പം ഇവിടെ ഇത് കണ്ടോ, ഇതൊരു എനിമിയുടെ ഒരു ജെറ്റാണെന്ന് വിചാരിക്കുക. അപ്പം ഇതിൻ്റെ റഡാർ സിഗ്നൽ ഉപയോഗിച്ച് ഇത് ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം ഇത് ഡയറക്റ്റ് ഇവിടെ അത് ഐഡൻറ്റിഫൈ ചെയ്തതിനൊപ്പം തന്നെ ഇത് കമാൻഡ് വെഹിക്കിളിലേക്ക് ഇതിൻ്റെ സിഗ്നല് സെൻഡ് ചെയ്യും. അപ്പം കമാൻഡ് വെഹിക്കിളിൽ ഒരുപാട് എക്യുപ്മെൻറ്റ് ഈ വണ്ടിക്കകത്ത് നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം ഇവിടെ നിന്ന് നേരിട്ട് ടാർഗറ്റ് ഐഡൻറ്റിഫൈ ആയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഇവിടെ നിന്നൊരു സിഗ്നൽ അയക്കും ഈ ലോഞ്ച് വെഹിക്കിളിന് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പം ലോഞ്ച് വെഹിക്കിള് അപ്പം തന്നെ ഇവിടെ നിന്ന് സിഗ്നൽ എത്തിയ ഉടനെ തന്നെ ഇവിടെ നിന്ന് 2 മിസൈൽസ് അറ്റ് എ ടൈം അവിടെ നിന്ന് ഈ ടാർഗറ്റിന് നേരെ പുറപ്പെടുവിക്കും. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും 2 മിസൈൽസ്. അപ്പം ഒന്നിൽ നിന്ന് ചിലപ്പോൾ ഇൻ കേസ് രക്ഷപ്പെട്ടേക്കാം, പക്ഷേ 2 മിസൈലാണ് അറ്റ് എ ടൈം
ആ ടാർഗറ്റ് നേരെ അയക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഈ എൻഗേജ്മെൻറ്റ് റഡാർ ചെയ്യുന്നതെന്ന് പറയുന്നത്, എൻഗേജ്മെൻറ്റ് റഡാർ ഈ മിസൈൽസ് കൃത്യമായിട്ട് ഈ ടാർഗറ്റിൽ ഹിറ്റാകുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ പാത്ത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് അതിനെ ഹിറ്റാക്കിപ്പിക്കും. അതിനോടൊപ്പം തന്നെ ഈ എൻഗേജ്മെൻറ്റ് റഡാർ ഈ ടാർഗറ്റിനെ ഇതിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാറിനെ ഫ്രീ ആക്കും. അപ്പോൾ ഈ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാർ എന്ത് ചെയ്യും? ഇതല്ലാതെ മറ്റേതെങ്കിലും ഏരിയൽ ടാർഗറ്റ് ഇതേ സമയം വരുന്നുണ്ടെങ്കിൽ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകും. അപ്പോൾ ഇങ്ങനൊരു റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഈ ലോങ് റേഞ്ച് സർവൈലൻസ് റഡാറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 600 കിലോമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രീവിയസ്ലി നമുക്ക് നേരത്തെ തന്നെ ഈ ടാർഗറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിനുശേഷം 400 റേഞ്ചിലേക്ക് വരുമ്പോഴത്തേനും 400 കിലോമീറ്റർ റേഞ്ചിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ നിന്ന് മിസൈൽസ് ലോഞ്ച് ചെയ്താണ് ഈ ടാർഗറ്റിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചാൻസും ഇല്ല. കാരണം അത്ര സ്പീഡിലാണ് ഈ മിസൈൽസ് അവിടെ എത്തുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ വർക്കിംഗ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമ്മൾ കുറച്ച് ഡേറ്റാസ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 5 റെജിമെൻറ്റ് S400 മിസൈൽ സിസ്റ്റം ഇന്ത്യക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം അത് എത്ര ക്വാണ്ടിറ്റി മിസൈലുണ്ട് അതിൻ്റെ അകത്ത്, അത് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമുക്ക് ചെറിയ ഡേറ്റയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് റെജിമെൻറ്റ് വരെ എത്താം. ഒന്നാമത്തെ, അതായത് ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഒരു ലോഞ്ചർ. അതായത് ഒരു വെഹിക്കിൾ ഉണ്ടാവും, ആ വെഹിക്കിളിൻ്റെ മുകളിൽ 4 മിസൈലാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് ഒന്നാമത്തെ മിസൈൽ, ഇത് രണ്ടാമത്തെ മിസൈൽ, ഇത് മൂന്നാമത്തെ മിസൈൽ, ഇത് നാലാമത്തെ മിസൈൽ. അപ്പം ഒരു വെഹിക്കിളിൽ 4 മിസൈലും കൂടെ ചേർന്ന് ഇത്രയും കംപ്ലീറ്റ് ആയിട്ട് പറയുന്ന ഇതിനാണ് ഒരു ലോഞ്ചർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഒരു ബാറ്ററി എന്താണെന്ന് മനസ്സിലാക്കാം. അതായത് ഈ കാണുന്നത് ഒരു ലോഞ്ചറാണ്, അതായത് ഒരു വണ്ടി 4 മിസൈൽ. ഈ കാണുന്നത് രണ്ടാമത്തതാണ്, ഈ കാണുന്നത് മൂന്നാമത്തതാണ്, ഈ കാണാവുന്നത് 4ാമത്തെ ലോഞ്ചർ. അപ്പം ഇതുപോലെ 4 ലോഞ്ചറുകൾ ചേർന്നാണ് ഒരു ബാറ്ററി ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ബാറ്ററിക്കകത്ത് എത്ര മിസൈൽ ഉണ്ടാവും? നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയേ. ഒരു ബാറ്ററിക്കകത്ത് 4, ഇവിടെ 4, 8, 8 4 12, 16. അപ്പോൾ ടോട്ടൽ 16 മിസൈൽ ചേർന്നതാണ് ഒരു ബാറ്ററി. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി ഒരു റെജിമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു റെജിമെൻ്റ് എന്ന് പറയുന്നത് 2 ബാറ്ററി ചേർന്നതാണ്. അതായത് ഇതൊരു ബാറ്ററി, ഈ കാണുന്നത് ഒരു ബാറ്ററി, 1 ബാറ്ററി, ഇത് രണ്ടാമത്തെ ബാറ്ററി. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഒരു റെജിമെൻറ്റ്. അപ്പോൾ ടോട്ടലായിട്ട് ഒരു റെജിമെൻറ്റിൽ എത്ര മിസൈൽ ഉണ്ടാവും? ഇവിടെ ടോട്ടൽ 16 ആണെന്ന് നമ്മൾ കണക്ക് കൂട്ടി, ഇവിടെ 16 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര വരും? 32 മിസൈലാണ് ഒരു റെജിമെൻറ്റിൻ്റെ അകത്തുള്ളത്. ഇത് കൂട്ട് എത്ര റെജിമെൻ്റാണ് ഇന്ത്യ വാങ്ങാൻ പോകുന്നത്? 5 റെജിമെൻ്റാണ് മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ടോട്ടൽ എത്രയുണ്ടാവും? 160 മിസൈൽസ് ഉണ്ടാവും. അപ്പം ഞാനിവിടെ കുറച്ച് ഡേറ്റയായിട്ട് ഞാനിവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് മനസ്സിലാക്കാം. ഒരു റെജിമെൻറ്റ് ഈക്വൽ ടു 2 ബാറ്ററി, 1 ബാറ്ററി ഈക്വൽ ടു 4 ലോഞ്ചർ, 1 ലോഞ്ചർ ഈസ് ഈക്വൽ ടു 4 മിസൈൽസ്. അതുപോലെ തന്നെ ഒരു റെജിമെൻറ്റിൻ്റെ അകത്ത് 32 മിസൈൽസ്. അതുപോലെ തന്നെ ഇന്ത്യ ടോട്ടലായിട്ട് മേടിക്കുന്ന 5 റെജിമെൻറ്റിൻ്റെ അകത്ത് 160 മിസൈൽസ്. അപ്പോൾ പിന്നെ എന്താണ് എക്സ്ട്രാ 1000 മിസൈൽസ് എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത്? അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ 160 മിസൈലിൻ്റെ അകത്ത് ഒരു മിസൈൽ ഇപ്പം ടാർഗറ്റിലേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അവിടെ കാലിയാവും. അപ്പം അത് വീണ്ടും റീഫില്ല് ചെയ്യാൻ വേണ്ടി ഈ റഷ്യയിൽ നിന്ന് ഇതിൻ്റെ കൂടത്തിൽ തന്നെ 1000 മിസൈൽസും കൂടെ നമ്മൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കത് കൂടുതൽ സ്ട്രോങ് ആക്കി. അപ്പോൾ നമുക്ക് ഒരു ടാർഗറ്റിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിനകത്ത് റീഫില്ല് ചെയ്യാനുള്ള മിസൈലോട് കൂടിയാണ് നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഇനി ഇതിൻ്റെ ലേറ്റസ്റ്റ് വേഷൻസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. S300 ആയിരുന്നു ഏറ്റവും പഴയ വേഷൻ. ഇപ്പോൾ ഉള്ള ഏറ്റവും ലേറ്റസ്റ്റ് വേഷൻ S400 ആണ്. എന്തുകൊണ്ടാണ് S500 അല്ലെന്ന് പറയുന്നത്? കാരണം S500 ഇതുവരെ റഷ്യയിൽ നിർമ്മിച്ച് തുടങ്ങുന്നേ ഉള്ളൂ.
ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും അവരുടെ കണക്കനുസരിച്ച് 2030 S500 മിസൈൽ സിസ്റ്റം കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പം ഇപ്പം നിലവിലുള്ള S400 മിസൈൽ സിസ്റ്റമാണ് ഏറ്റവും അഡ്വാൻസ്ഡ് സിസ്റ്റം. അപ്പം ഇപ്പം ഇതിൻ്റെ നമുക്കിവിടെ കാണാൻ സാധിക്കും 300-ൻ്റെ 300 കിലോമീറ്ററാണ് റേഞ്ച്, 400-ൻ്റെ 400 കിലോമീറ്ററാണ് റേഞ്ച്, 500-ൻ്റെ 500 കിലോമീറ്ററാണ് റേഞ്ച്. ഒപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ടെക്നോളജിയും കൂടെ ഭാവിയിൽ ഉണ്ടാകാം. അപ്പം തീർച്ചയായിട്ടും ഇന്ത്യ അത്രയും നാൾ വെയിറ്റ് ചെയ്തില്ല 500 വരുന്നിടം വരെ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് വേർഷൻ ഇന്ത്യയും വാങ്ങി. അതുപോലെ തന്നെ ചൈന, പാകിസ്ഥാനൊക്കെ S300, തുർക്കി, ഇതൊക്കെ S300 മിസൈൽ സിസ്റ്റം ഇതിനു മുമ്പും വാങ്ങിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ മേടിച്ച് കഴിഞ്ഞപ്പം അതിലും അഡ്വാൻസ്ഡ് സിസ്റ്റമാണ് ഇന്ത്യയിലിരിക്കുന്നത്, ഇന്ത്യയുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. അപ്പം S300 സിസ്റ്റം വാങ്ങിച്ചു കഴിഞ്ഞപ്പം അമേരിക്ക ചൈനേനെയും പാകിസ്ഥാനെയും ഇങ്ങനെയുള്ള രാജ്യത്തിനെയും ഒക്കെ എതിർത്തിരുന്നു. അപ്പം റഷ്യയിൽ നിന്ന് വാങ്ങിയപ്പം. പക്ഷേ ഇന്ത്യയെ മാത്രം ഇതുവരെ എതിർത്തിട്ടില്ല. അങ്ങനെ എതിർക്കാനും ചാൻസ് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ശത്രുവാണ് ചൈന, പാകിസ്ഥാൻ എപ്പോഴും. അപ്പോൾ അതുപോലെ തന്നെ അമേരിക്കയുടെ ഒരു വലിയൊരു ശത്രുവാണ് US-ൻ്റെ ചൈന. അപ്പം ഇന്ത്യയും ചൈനയും നല്ലൊരു ഇന്ത്യയും US-ഉം നല്ലൊരു റിലേഷൻഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൂട്ടുകാരൻ്റെ കയ്യിൽ ഒരു നല്ലൊരു എക്യുപ്മെൻറ്റ് വരുമ്പം എപ്പോഴും രണ്ടുപേരും സ്ട്രോങ് ആകുകയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയൊരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ പോകുന്നത് കൊണ്ട് നമുക്ക് ശക്തമായിട്ട് ബാക്കിയുള്ള രാജ്യത്തിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി ഇന്ത്യയുടെ കയ്യിലുള്ള മിസൈൽ പ്രൊട്ടക്ഷൻ ലെയേഴ്സ് ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തേതാണ് അയറൺ ഡോം, 4 ലെയറാണ്. അയറൺ ഡോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് റേഞ്ച് ടാർഗറ്റ്, ചെറിയ റേഞ്ചിലുള്ള ടാർഗറ്റും കാര്യങ്ങളൊക്കെ തകർക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ അയറൺ ഡോം ഉണ്ട്. ഈ കാണുന്നതാണ് അയറൺ ഡോം. രണ്ടാമത്തത് ആകാശ് മിസൈൽ. ഇത് മീഡിയം റേഞ്ച് ഏരിയൽ അറ്റാക്കിനെ തകർക്കാൻ വേണ്ടിയുള്ള മിസൈൽസാണ് ആകാശ് മിസൈൽ. അതുപോലെ തന്നെ മൂന്നാമത്താണ് ബാരക് 8 നമുക്ക് 150-200 കിലോമീറ്റർ റേഞ്ചിലുള്ള ടാർഗറ്റ്സിനെ അച്ചീവ് ചെയ്യാനും അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഉള്ളതാണ് ബാരക് 8. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ ഏറ്റവും വെരി ലോങ് ഡിസ്റ്റൻസിൽ ടാർഗറ്റിനെ ഹിറ്റ് ചെയ്ത് നശിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ളതാണ് നമ്മൾ ഇപ്പം ഇന്ത്യയിലിട്ട് എത്താൻ പോകുന്ന S400 മിസൈൽ സിസ്റ്റം. അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിസ്റ്റം. ഇതേ വണ്ടിയിൽ തന്നെ ഷോർട്ട് ടൈമും മീഡിയം ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ പാകത്തിനുള്ള മിസൈൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും S400 മിസൈൽ സിസ്റ്റം എന്താണെന്ന് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി വെക്കുക. അപ്പം അതിനുശേഷം നിങ്ങൾക്ക് ഏത് ഇൻ്റർവ്യൂവിലാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും സക്സസ്ഫുള്ളായിട്ട് വിൻ ചെയ്യാനും സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ട്, നിങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പം ഇനി ഇന്ത്യയിലേക്ക് 5 റെജിമെൻ്റ് ആണ് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് എവിടേക്കാണ് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്? 2 എണ്ണം നമ്മൾ പാകിസ്ഥാൻ്റെ ഈ ബോർഡറിലാണ് ഡിപ്ലോയ് ചെയ്യുന്നത്. ബാക്കി 2 എണ്ണം ചൈനയുടെ ബോർഡറിൽ, ഈ അരുണാചൽ പ്രദേശ് ഈ റീജിയനിൽ. 5ാമത്തത് ഈ ഡൽഹി റീജിയനിലാണ് 5ാമത്തത് ഡിപ്ലോയ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഓരോ റെജിമെൻറ്റിൻ്റെയും 400 കിലോമീറ്ററാണ് ഇതിൻ്റെ, 600 കിലോമീറ്ററാണ് സർവൈലൻസ് റഡാറിൻ്റെ കപ്പാസിറ്റി. അപ്പം 600 കിലോമീറ്റർ 3 ഡയമെൻഷനലായിട്ട് അത് ഏരിയൽ ടാർഗറ്റിനെ കണ്ടെത്തും. അതുപോലെ തന്നെ 400 കിലോമീറ്ററിൽ ഇത് ടാർഗറ്റിനെ ഡിസ്ട്രോയ് ചെയ്യും. അതുപോലെ ഈ 5 റെജിമെൻറ്റ് ഇന്ത്യയുടെ ഈ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും സെൻട്രലിലും വരുമ്പോഴത്തേനും ശക്തമായിട്ട് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം അതിശക്തമായിട്ട് സ്ട്രോങ് ആയിട്ടിരിക്കുകയാണ്. അപ്പം ഇനിയും മുമ്പോട്ട് ഇങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് ഇന്ത്യക്ക് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക. ഇപ്പം SSBയോ FCATോ CDSോ മറ്റേതെങ്കിലും എക്സാമിനേഷൻസോ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവായിട്ടുള്ള ടോപ്പിക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ
താഴെ അറിയിക്കുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ കാണുന്നവരെ ഗുഡ് ബൈ ആൻഡ് ജയ് ഹിന്ദ്.